നമസ്കാരം. ഇന്നത്തെ പ്രതിവാര ജ്ഞാനതളം. ഇത് ഗുരുജി 1995 ജൂലൈ 20 കാനഡയിലെ നമ്മുടെ മോൺട്രിയൽ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞതാണ്. സംശയത്തിന് ചാരനിറമാണ്. ചാരനിറം വെളുപ്പല്ല, കറുപ്പുമല്ല. അപ്പോൾ എങ്ങനെയാണ് സംശയത്തെ അകറ്റുന്നത്? സംശയം ഒന്നുകിൽ കറുത്തതാണ് അല്ലെങ്കിൽ വെളുത്തതാണ് എന്ന് അംഗീകരിക്കൂ. നിങ്ങളുടെ സംശയത്തെ വെളുപ്പായി കാണൂ. അപ്പോൾ അവിടെ സംശയമില്ല. നിങ്ങളുടെ സംശയത്തെ കറുപ്പായി കാണൂ. എന്നിട്ട് അതിനെ സ്വീകരിക്കൂ. ഏതു തരത്തിലായാലും അതിനെ ഉൾക്കൊണ്ട് അങ്ങ് മുന്നോട്ട് പോകും. ഒരാൾ സത്യസന്ധനാണെന്നോ അല്ലെന്നോ കരുതൂ. എന്നിട്ട് അയാളെ അതുപോലെ ഉൾക്കൊള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ നിങ്ങൾ നിലകൊള്ളുന്നത് സംശയത്തിൻ്റെ ചാരനിറത്തിലല്ല. അയാൾ സത്യസന്ധനല്ല എങ്കിലും അയാൾ എൻ്റെ തന്നെ ഭാഗമാണ്. അയാളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കൂ. അത്രയും മതി. എല്ലാം ഭദ്രം. ഇക്കരയിലും അക്കരയിലും നിൽക്കാൻ കഴിയാത്ത ചഞ്ചലമായ അവസ്ഥയാണ് സംശയാവസ്ഥ. അവിടെ നിന്ന് സംഘർഷമുയരുന്നു. ഏതെങ്കിലും ഒരു ദിശയിൽ കാലുറപ്പിക്കൂ. നല്ല കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് സംശയമുണ്ടാകാറുള്ളൂ എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചീത്ത കാര്യങ്ങളെ നിങ്ങൾ സംശയിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ സത്യസന്ധതയെ നിങ്ങൾ സംശയിക്കുന്നു. പക്ഷേ അയാളുടെ കള്ളത്തരങ്ങൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് കോപിക്കുമ്പോൾ അയാളുടെ കോപത്തെ നിങ്ങൾ സംശയിക്കുന്നില്ല. നിങ്ങൾ ഒരാൾ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ സംശയം ഉയരുന്നു. ശരിക്കും അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വിഷാദമുണ്ടാകുമ്പോൾ ശരിക്കും എനിക്ക് വിഷാദമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമോ? ഇല്ല. നിങ്ങളുടെ വിഷാദം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ സന്തോഷമുള്ളപ്പോൾ നിങ്ങൾ സംശയിക്കുന്നു. ശരിക്കും ഞാൻ സന്തുഷ്ടനാണോ? ഇതുതന്നെയാണോ ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് എന്ന്? നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ സംശയിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കഴിവില്ലായ്മയെപ്പറ്റി എപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? നല്ല കാര്യങ്ങളെ സംശയിക്കുന്ന ഈ സ്വഭാവം മനസ്സിലാക്കി സംശയങ്ങളെ അവയുടേതായ സ്ഥാപനങ്ങളിലേക്ക് വിടും. എന്നിട്ട് സംശയങ്ങളെ സംശയിക്കൂ. നിഷേധാത്മകമായ കാര്യങ്ങളെ സംശയിക്കൂ. നന്മയിൽ വിശ്വസിക്കൂ. നോക്കൂ, ഇത് ഗുരുജി 1995 ജൂലൈ 20 കാനഡയിൽ വെച്ച് പറഞ്ഞതാണ്. ആ കാലങ്ങളിൽ ഗുരുജി ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്കായി ജ്ഞാനശകലങ്ങൾ പറയുമായിരുന്നു. അത് രേഖപ്പെടുത്തി വെച്ചതാണ്. ഇന്ന് 365 ദളങ്ങൾ, 365 ദിവസം, ഓരോ ആഴ്ചകളിലുമായി 365 ആഴ്ചയാണ് ഗുരുജി ജ്ഞാനശകലങ്ങൾ പറഞ്ഞത്. അതൊരു പുസ്തകമായി കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരാണ് സത്യാന്വേഷിക്ക് ഒരു വഴികാട്ടി.